ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഭക്ഷണമൊക്കെ കഴിഞ്ഞ് എല്ലാവരും ക്ഷീണിതരായെന്ന് തോന്നുന്നു. ഉറങ്ങിപ്പോകുക അറിയത്തില്ല. നിങ്ങൾ ഉറങ്ങുന്നെങ്കിൽ ഉറങ്ങാം, പക്ഷേ കൂർക്കം വലിക്കരുതേ ഉള്ളൂ. നമുക്കറിയാം, നമ്മുടെ സെഷൻസ് ഒക്കെ വളരെ ഇന്ററാക്റ്റീവ് ആണ്. ഇതിലും നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. പ്രധാനമായിട്ടും എക്കോസ് ഓഫ് ഫെയ്ത്ത് എന്ന് നമ്മൾ ചിന്തിച്ചത് പ്രത്യേകിച്ച് ഈ പ്രോഗ്രാം തന്നെ ക്രമീകരിച്ച് നമ്മുടെ എൽഡേഴ്സിന് വേണ്ടിയിട്ടായിരുന്നു. കാരണം നമ്മൾ പ്രോഗ്രാം പ്ലാൻ ചെയ്യുമ്പോൾ നമ്മുടെ ഉച്ച കഴിഞ്ഞുള്ള സമയം സോങ്സ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അത് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ടൈം സ്പെൻഡ് ചെയ്ത് മാറ്റി വെച്ചത്. അപ്പം ഇവിടെ റിമൈനിങ് ആളുകളെ എൻഗേജ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത ഒരു പ്രോഗ്രാമാണിത്. എന്നാൽ ആ സിംഗിങ് അല്ലെങ്കിൽ അതിന്റെ റെക്കോർഡിങ് രാത്രിയിലേക്ക് മാറ്റിയതുകൊണ്ട് എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഈ സെഷൻ നടത്താനായിട്ടൊരു ക്രമീകരണമാണ് ചെയ്യുന്നത്. ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് നമ്മൾ ആരാണ്, നമ്മൾ എവിടെയാണ്. നമ്മൾ ചർച്ച എന്നൊക്കെ പറയുമ്പോൾ എന്താണ് ചർച്ച്? നമുക്ക് നമ്മുടെ സഭയെ കുറിച്ച് അറിയാം. വാട്ട് ഈസ് അവർ ചർച്ച് എന്ന് തുടങ്ങിയെന്നറിയാം. ഒരു പക്ഷേ വി ആർ പാർട്ട് ഓഫ് ദി ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്നുള്ളതേ ഉള്ളൂ. ആ പാർട്ട് ഓഫ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് അതെങ്ങനെയാണ് ഉണ്ടായത്, എവിടാണ് ഇതിൻ്റെ ഉത്ഭവം, നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് എവിടാണ്, നമ്മുടെ പശ്ചാത്തലം, നമ്മുടെ ഒരു പഴയ കാലമുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഒന്ന് റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു സമയമായിട്ടാണ് ഇത് ക്രമീകരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളെ ഉറങ്ങാതിരിക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ചില പിക്ചേഴ്സൊക്കെ കാണിക്കും. അപ്പം അതൊക്കെ നമുക്കൊന്ന് പഴയ പിക്ചേഴ്സൊക്കെ ഒന്ന് കണ്ട് സന്തോഷിക്കാനായിട്ടൊരു സമയമായിട്ട് നമുക്ക് വിനിയോഗിക്കാം. എക്കോസ് ഓഫ് ഫെയ്ത്ത് സെന്റ് തോമസ് കാനിയൽ ചർച്ച് ഓഫ് ഇന്ത്യ. ഈ പിക്ചർ ആരുടെയാണെന്ന് അറിയാം, എവിടത്തെയാണെന്ന് അറിയാം. ഇതാണ് നമ്മുടെ സഭാ ആസ്ഥാനത്തുള്ള പ്രധാനപ്പെട്ട ഓഫീസ് കോംപ്ലക്സ്. നിങ്ങൾ ചിലപ്പം ഇത് കണ്ടു കാണത്തില്ല. ഇത് പുതിയ ഓഫീസ് കോംപ്ലക്സ് ആണ്. ചില വർഷങ്ങൾക്ക് മുമ്പ് പണിതതാണ്. ഇവിടെ പോയിട്ടുള്ളവർ കാണും. ഇതുവരെയും പോയിട്ടില്ലാത്തവർ ഒന്ന് പോയി കാണുന്നത് നല്ലതാണ്. തിരുവല്ലായിലാണിത് നമ്മുടെ സഭ ഓഫീസ്. നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഇൻട്രൊഡക്ഷൻ, അതുപോലെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്, പ്രസന്റ് ഡേ ചർച്ച്, ഫണ്ടമെന്റൽ ടീച്ചിങ്, ഫ്യൂച്ചർ എക്സ്പെക്ടേഷൻസ്, സ്റ്റെസി ടൊറന്റോ പാരിഷ്. നമ്മൾ എവിടാണ്, അതിന്റെ ചെറിയൊരു പാർട്ടാണ് ഇവിടെ സഭയുടെ. അപ്പൊ ഇത് എവിടെ നിന്നാണ് വന്നത്, നമ്മൾ എവിടാണ് അതിന്റെ പാർട്ടായിരിക്കുന്നത് എന്നുള്ള ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ആണ് നമ്മൾ ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. സഭ എന്നാ തുടങ്ങിയതെന്നറിയാം? നമ്മുടെ സഭയല്ല, വേദപുസ്തകത്തിലെ സഭ, 1-ാം നൂറ്റാണ്ട്. ഇനി ഐഡിയ? മാളികപ്പുറത്ത് വെച്ചു. മാളികപ്പുറത്ത് അപ്പൊ ഒത്തിരി ആൻസേഴ്സ് ഉണ്ട് ഇതിന്. നമുക്ക് ഒരു ആൻസർ കണ്ടെത്തണം. അപ്പൊ അതിന്റെ ആൻസർ വേദപുസ്തകത്തിന്റെ വെളിച്ചത്തിൽ സഭ ആരംഭിക്കുന്നത് അറ്റ് ദ ഡേ ഓഫ് പെന്റക്കോസ്റ്റ്. അപ്പൊ ഓൾഡ് ടെസ്റ്റ്മെന്റിൽ ചർച്ച് ഉണ്ടോ എന്ന് ചോദിച്ചാൽ നോട്ട് ആസ് സച്ച് ലൈക്ക് ന്യൂ ടെസ്റ്റ്മെന്റ് ചർച്ച്. ഓൾഡ് ടെസ്റ്റ്മെന്റ് ഉണ്ടായിരുന്നത് ഇസ്രായേൽ ജാതിയാണ്. അപ്പൊ ചിലർ ഒരു മരുഭൂമിയിലെ സഭ, ചർച്ച് ഇൻ ദ വിൽഡർനെസ് എന്ന് പറയാറ്. അത് ചർച്ചായിരുന്നു. ചർച്ച് എന്താണെന്ന് മനസ്സിലാക്കുമ്പോഴാണ് അത് സഭയായിരുന്നു, ഇതാണോ സഭ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ നമ്മൾ കാണുന്നത് ദ ബിഗിനിങ് ഓഫ് ദി ചർച്ച് അറ്റ് ദ ഡേ ഓഫ് പെന്റക്കോസ്റ്റ്. ഇതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ? വാട്ട് ഈസ് ദ ബേസിസ് ഓഫ് ദി ചർച്ച്? എവിടെ തുടങ്ങുന്നത്? We read in the book of Ephesians. യേശു ക്രിസ്തു തന്നെ മൂലക്കല്ലായി പ്രവാചകന്മാരാലും അപ്പോസ്തലന്മാരാലും അടിസ്ഥാനമിട്ട് പണിതു വരുന്ന ഒരു കെട്ടിടത്തോടാണ് സഭയെ ഉപമിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കൊരു ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ഇത് തുടങ്ങുന്നത് അറ്റ് ദ ഡേ ഓഫ് പെന്റക്കോസ്റ്റ്. പെന്തക്കോസ്റ്റ് നാളിൽ
അതായത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം പെൻഡ എന്ന് പറഞ്ഞ എത്ര ആണെന്ന് അറിയാം? പെൻഡ അല്ല, 50. പെൻഡ ഇസ് 50. 50ാമത്തെ ദിവസം, അതായത് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം 50ാമത്തെ ദിവസമാണ് പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നത്. പരിശുദ്ധാത്മാവിനെ ലഭിക്കുമ്പോഴാണ് സഭ ആരംഭിക്കുന്നത്. വിത്ത് ദ ഇൻഡ്വെല്ലിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. അതിനെക്കുറിച്ച് ഞാൻ പല പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, എങ്ങനെയാണ് സഭ ആരംഭിക്കുന്നത്. അപ്പൊ നമ്മുടെ സഭ സെന്റ് തോമസ് ഇവാഞ്ചലിക്കൽ ചർച്ച് ഓഫ് ഇന്ത്യ ആരംഭിച്ചത് 1961 നമുക്കറിയാം. പക്ഷെ അതിന്റെ പാർട്ടായിരിക്കണം നമ്മൾ എവിടെയായിരുന്നു. നമ്മുടെ ബോഡി ഓഫ് ക്രൈസ്റ്റിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ആഗമാന സഭയെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. ഈ സഭ വേദപുസ്തക പ്രമാണം അനുസരിച്ച് സ്റ്റാർട്ട് ചെയ്തത് അറ്റ് ദ ഡേ ഓഫ് പെന്തക്കോസ്റ്റ്. അവിടെ നിന്ന് തുടങ്ങുകയാണ്. ഈ സഭ എന്താണ്? വാട്ട് ഈസ് ചർച്ച്? രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടം. The Jews and Gentiles coming together in one body. ഒരു ശരീരമാകുന്ന അനുഭവം. ഓൾഡ് ടെസ്റ്റ്മെന്റിൽ ആരാ ഉള്ളത്? Jews അല്ലെങ്കിൽ പീപ്പിൾ ഓഫ് ഇസ്രായേൽ. ന്യൂ ടെസ്റ്റ്മെന്റില് ചർച്ച് സ്പ്രെഡ് ഓൾ ഓവർ ദി വേൾഡ്. അപ്പൊ ജെന്റൈൽസിനോട് ചേർന്നു. അപ്പൊ Jews and Gentiles coming together in one body, ഒരു ശരീരമായിട്ട് അടുത്തു വരുന്നതാണ് സഭ. There was no church in the Old Testament, but the church began at the day of Pentecost. Church, the English word derived from the Greek word kuriakon. നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാകും. kuriakon means belonging to the Lord, and the German word is Kirk. മദ്രാസിൽ ഒരു ചർച്ച്, ചെന്നൈയിൽ ഒരു ചർച്ച് ഉണ്ട്, കിർക്ക് ചർച്ച്. അതുപോലെ the Greek word ecclesia means called out group of people. New Testament 140 times the word used ecclesia. വിളിച്ച് വേർതിരിക്കപ്പെട്ട ജനം. So we are called out group of people. ജനങ്ങളിൽ നിന്ന് വിളിച്ച് വേർതിരിച്ച് യഹൂദന്മാരെയും ജാതികളെയും ഒരുമിച്ച് ചേർന്ന് ഒരു ഫെലോഷിപ്പ് ആക്കിയതാണ് ചർച്ച്. ദാറ്റ് ഈസ് ദ ബിബ്ലിക്കൽ ചർച്ച്. അങ്ങനെ ഉണ്ടായിരുന്ന ഈ സഭ പിന്നീട് നമ്മൾ നോക്കുന്ന സമയത്ത് ഈ മുഴുവൻ കാര്യങ്ങളൊന്നും ഞാൻ വായിക്കുന്നില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുന്നത് മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് വൺ. ഈ ചർച്ചിനെ കുറിച്ച്, അതിന്റെ ഉത്ഭവത്തെ കുറിച്ച് പറയുമ്പോൾ യേശു ക്രിസ്തു ജീവിച്ചിരുന്ന കാലത്ത് there was no church. കൺഫ്യൂഷൻ ആയിരുന്നു. യേശു ക്രിസ്തു ജീവിച്ചിരിക്കുമ്പോൾ there was no church. ഉണ്ടായിരുന്നോ? ഇല്ല. അതുകൊണ്ടാണ് യേശു പറഞ്ഞത് I will build my church. മാത്യു ചാപ്റ്റർ 16:18 പറയുന്നത് I will build my church. ഫോർ മിസ്റ്ററീസ് ഓഫ് ദ ചർച്ച് പറയുന്നുണ്ട് ചർച്ച് സഭയെ കുറിച്ച്. ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഫോർ മിസ്റ്ററീസ് റിലേറ്റഡ് ടു ദ ചർച്ച്. മിസ്റ്ററി ഓഫ് വൺ ബോഡി, അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. യഹൂദനും ജാതിയും ഒരുമിച്ച് ഒരു ശരീരമാണ്. മിസ്റ്ററി ഓഫ് വൺ ബോഡി ആൻഡ് ദ മിസ്റ്ററി ഓഫ് ക്രൈസ്റ്റ് ഇൻഡ്വെല്ലിംഗ് ഇൻ ഈച്ച് ബിലീവർ. യേശു ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നു എന്നുള്ളത് ഇറ്റ് വാസ് എ മിസ്റ്ററി ഇൻ ദ ഓൾഡ് ടെസ്റ്റ്മെന്റ്. എന്നാൽ ഇറ്റ് വാസ് റിവീൽഡ് in the New Testament. And the mystery of bride and bridegroom, നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. സഭ എന്ന് പറയുന്നത് മണവാട്ടിയാണ്, അതിനോട് ഉപമിച്ചിരിക്കുന്നത്. That was a mystery. അതുപോലെ തന്നെ mystery of the rapture. റാപ്ചറിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. റാപ്ചർ എന്ന് പറഞ്ഞാൽ എന്താ? ഉൾപ്രാവം, അന്ത്യാകാശത്തിൽ എടുക്കപ്പെടുക. അതൊരു മിസ്റ്ററി ആയിരുന്നു. That is going to happen. That was also mystery. പിന്നീട് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് മെമ്പർഷിപ്പ് ഓഫ് ദ ചർച്ച്. എങ്ങനെയാണ് സഭയിൽ മെമ്പർഷിപ്പ് എടുക്കുന്നത്? എങ്ങനെയാണ്? നമ്മളിപ്പം നമുക്കൊരു ഗൂഗിൾ ഫോം ഉണ്ട്, അത് ഫില്ല് ചെയ്ത് നമ്മൾ അയക്കും, നമുക്ക് അവിടെ മെമ്പർഷിപ്പ് കിട്ടും. വേദപുസ്തക പ്രമാണം അല്ലെങ്കിൽ അക്കോർഡിംഗ് ടു ദ ബൈബിൾ, ഹൗ വി വിൽ ഗെറ്റ് ദ മെമ്പർഷിപ്പ് ഇൻ ദ ചർച്ച്?
രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി കർത്താവ് സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. അതിന്റെ പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങളാണ് അതിന്റെ സ്റ്റേജസ് ആണ് ഇവിടെ പറയുന്നത്. ത്രൂ ദ ബാപ്റ്റിസം ഓഫ് ദി ഹോളി സ്പിരിറ്റ്. കേട്ടിട്ടുണ്ടോ ബാപ്റ്റിസം ഓഫ് ദ ഹോളി സ്പിരിറ്റ്? നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ? What is baptism of the Holy Spirit? No baptism of the Holy Spirit in the Old Testament. പഴയ നിയമത്തിൽ baptism of the Holy Spirit ഇല്ലായിരുന്നു, because there was no church. And the first predicted by Joel. ഈ Joel അല്ല, വേദപുസ്തകത്തിലെ Joel. Joel predict ചെയ്തു എന്താണ്? അന്ത്യകാലത്ത് ഞാൻ സകലജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും. The second നമ്മൾ കാണുന്നത് ജോൺ ദ ബാപ്റ്റിസ്റ്റ്. ജോൺ ദ ബാപ്റ്റിസ്റ്റ് പറഞ്ഞു മാത്യു ചാപ്റ്റർ 3:11 ഞാൻ ബാപ്റ്റിസ് ചെയ്യാൻ യോഗ്യനല്ല, എന്റെ പിന്നാലെ വരുന്നവൻ നിങ്ങളെ തീയിൽ കൂടെയും വെള്ളത്തിൽ കൂടെയും സ്നാനം കഴിപ്പിക്കും. പിന്നീട് പറഞ്ഞുകൊണ്ട് തേർഡ് ടൈം ജീസസ് ക്രൈസ്റ്റ് ഹിംസെൽഫ് ഇൻ ആക്ട്സ് ചാപ്റ്റർ 1:5. ആരെങ്കിലും വായിച്ച ആക്ട്സ് 1:5? Yeah, that was a prediction by John the Baptist. യോഹന്നാൻ വെള്ളത്താൽ സ്നാനം കഴിപ്പിച്ചു. യോഹന്നാൻ സ്നാപകന്റെ സ്നാനം ക്രിസ്തീയ സ്നാനമായിരുന്നു. ഞാനെല്ലാം കൺഫ്യൂഷൻ ആക്കും. അതെ, ഞാൻ സ്നാനത്തെ കുറിച്ച് ക്ലാസ് എടുക്കുന്നില്ല. യോഹന്നാന്റെ സ്നാപകന്റെ സ്നാനം മാനസാന്തര സ്നാനമായിരുന്നു. ബാപ്റ്റിസം ഓഫ് റിപ്പന്റൻസ്. ഇറ്റ് വാസ് നോട്ട് എ ക്രിസ്ത്യൻ ബാപ്റ്റിസം. ഞാൻ അതിനെക്കുറിച്ച് ക്ലാസ് എടുക്കുന്നില്ല, ഡീറ്റെയിൽ വെറുതെ പറഞ്ഞു പോകുന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ ഇറ്റ് വാസ് ഹിസ്റ്റോറിക്കലി ഫുൾഫിൽഡ് ഇൻ ദ ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 2. അതാണ് നമ്മൾ പറഞ്ഞത് ദ ഡേ ഓഫ് പെന്തക്കോസ്റ്റ്. ഡേ ഓഫ് പെന്തക്കോസ്റ്റിൽ ഹിസ്റ്റോറിക്കലി പരിശുദ്ധാത്മാവിന്റെ സ്നാനം നടന്നു. ഹിസ്റ്റോറിക്കലി ഇറ്റ് വാസ് ഫുൾഫിൽഡ്, prophesied by Joel and John the Baptist and Jesus himself, and historically fulfilled in the day of Pentecost, Acts of the Apostles chapter 2, and it was repeated in Acts chapter 11. എവിടാന്നറിയാമോ? പത്രോസ് കൊർന്നേലിയസിന്റെ ഭാഗത്തിൽ പോയി അവിടെ റിപ്പീറ്റ് ചെയ്തു. and it was അത് നമുക്ക് കൃത്യമായിട്ട് ഡോക്ട്രിനലി എക്സ്പ്ലെയിൻ. നമ്മൾ ഏതൊരു കാര്യവും ഡോക്ട്രിനലി എക്സ്പ്ലെയിൻഡ് ആയിരിക്കണം. ഇറ്റ് വാസ് എക്സ്പ്ലെയിൻഡ് ഇൻ ദ ബുക്ക് ഓഫ് കൊരിന്ത്യൻസ്, 1 Corinthians chapter 12-13. വായിച്ചു. അതെ, ഇവിടെയാണ് നമ്മൾ ബാപ്റ്റിസം ഓഫ് ദ ഹോളി സ്പിരിറ്റ് കാണുന്നത്. നമുക്ക് ബാപ്റ്റിസം ഉണ്ട്. ഈ ചർച്ചിലൊക്കെ ചേരാനായിട്ട് നമുക്ക് വാട്ടർ ബാപ്റ്റിസം ഉണ്ട്. ദിസ് ഈസ് ഡിഫറെന്റ് ഫ്രം വാട്ടർ ബാപ്റ്റിസം. രക്ഷിക്കപ്പെട്ട എല്ലാവരും ഈ സ്പിരിറ്റ് ബാപ്റ്റിസം ലഭിച്ചവരാണ്. എങ്ങനെയാണ് ഈ ബാപ്റ്റിസം ലഭിക്കുന്നത്? യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രന്മാരോ നാം എല്ലാവരും ഏക ശരീരമാറുമാറ് ഒരേ ആത്മാവിൽ സ്നാനമേറ്റും നാം എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തും ഇരിക്കുന്നു. അപ്പോൾ the baptism of the Holy Spirit happened at the day of Pentecost, and it was repeated again to the believers. Whenever you receive Jesus Christ as your personal Savior, it is happening and it is repeating each individual's life. അവിടെയാണ് വർക്ക്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത്. പരിശുദ്ധാത്മാ സ്നാനം നമുക്ക് ലഭിച്ചു കഴിയുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ അധിവാസം നമ്മളിൽ ഉണ്ടാകുന്നത്, ഇൻഡ്വെല്ലിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവ് നമ്മളിൽ അധിവസിച്ചു കഴിയുമ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവിന്റെ മക്കൾ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കുന്നവരായിട്ട് മാറുന്നു. അപ്പൊ ആ ഒരു പ്രോസസ്സിലാണ് നമ്മൾ സഭയുടെ അംഗമായി തീരുന്നത്. അങ്ങനെ സഭയുടെ അംഗമായി തീർന്നവര് ആദിമ നൂറ്റാണ്ട് തൊട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് ഒത്തിരി കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പ്രീസ്റ്റ്ഹുഡ് ആണ്, നമ്മള് ബ്രൈഡ് ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്നുണ്ടെങ്കിലും അതിന്റെ ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്, ഇത് 1-ാം നൂറ്റാണ്ടിൽ സഭ ആരംഭിച്ചു.
അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും ആ സമയത്ത് ഉണ്ടായിരുന്നു. ഫസ്റ്റ് സെഞ്ചുറി ചർച്ചില് ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് നോക്കുമ്പോൾ ദ ഹിസ്റ്ററി ഓഫ് ദ ഫസ്റ്റ് സെഞ്ചുറി ചർച്ച് ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസിലാണ് ദ ഹിസ്റ്ററി ഓഫ് ദ ചർച്ച് കാണുന്നത്. അവിടെ തുടങ്ങി AD 52 സെന്റ് തോമസ്, one of the apostles of Jesus Christ, came to India. ഇത് ചിലര് പറയും ഇത് മിത്താണ്, ശരിയല്ല എന്നൊക്കെ പറയുന്ന ചിന്താഗതികളൊക്കെ ഇപ്പോഴും ഉണ്ട്. എങ്കിൽ തന്നെ നമ്മൾ വിശ്വസിക്കുന്നത് നമ്മുടെ പാരമ്പര്യം സെന്റ് തോമസ് ഇവാഞ്ചലിക്കൽ ചർച്ച് ഓഫ് ഇന്ത്യ, സെന്റ് തോമസിനാൽ സ്ഥാപിക്കപ്പെട്ടതായിട്ടുള്ള ചർച്ചുകളുടെ ഒരു കണ്ടിന്യൂവേഷൻ ആണെന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ അതിന്റെ പേരും കൊടുത്തിരിക്കുന്നത്. പിന്നീട് നമ്മൾ കാണുന്നത് ഈ സഭ ഇങ്ങനെ ആരംഭിച്ച സമയത്ത് ഇത് പ്രത്യേകമായിട്ടും ഉടലെടുത്ത സമയത്ത് ഒത്തിരി ഇഷ്യൂസ് ഉണ്ടായിരുന്നു. സഭകളിൽ ഇപ്പോഴും ഇഷ്യൂസ് ഉണ്ട്, പ്രശ്നങ്ങളുണ്ട്. എന്നാൽ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടേണ്ടത് ആവശ്യമാണ്. പരിഹരിക്കുവാനായിട്ട് പല കൗൺസിൽസ് കൂടി. 1-ാം നൂറ്റാണ്ടിലെ സഭ എന്ന് പറയുന്നത് ഇങ്ങനെ ലോക്കൽ ചർച്ചസ് ആയിരുന്നില്ല, അവർക്കൊരു സെൻട്രലൈസ്ഡ് കൗൺസിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആദ്യത്തെ കൗൺസിൽ നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുന്നത് AD 50-ലാണ് ജെറുസലേം കൗൺസിൽ. ജെറുസലേം കൗൺസിലിൽ ചില ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ജാതികളിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വരുന്നവരെ സർക്കംസിഷൻ ചെയ്യണോ, യഹൂദന്മാരെ പോലെ സർക്കംസിഷൻ ചെയ്യണോ വേണ്ടിയോ എന്നുള്ള ഇഷ്യൂ വന്നു. അത് ആ കൗൺസിലിൽ തീരുമാനമെടുത്തു. അവരൊരു ഡിസിഷൻ എടുത്തു. ആ ഡിസിഷനൊക്കെ വേദപുസ്തകത്തിൽ വായിക്കുന്നുണ്ട്, നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാം. പിന്നീട് നമ്മൾ കാണുന്നത് കൗൺസിൽ ഓഫ് ജാമിയ AD 90-ല് ഓൾഡ് ടെസ്റ്റ്മെന്റ് ഒരു കാനോനായിട്ട് അക്സെപ്റ്റ് ചെയ്തത് AD 90-ല് ഓൾഡ് ടെസ്റ്റ്മെന്റ് കാനോൻ അക്സെപ്റ്റ് ചെയ്തതാണ് കൗൺസിൽ ഓഫ് ജാമിയ. അതുപോലെ തന്നെ AD 325-ല് നമുക്കറിയാം യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ കുറിച്ചും മനുഷ്യത്വത്തെ കുറിച്ചുള്ള ഇഷ്യൂ ഉണ്ടായി, ഏറിനിസം ഉണ്ടായി. ഏറിനിസത്തെ കണ്ടം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അതിനെ എതിർക്കുവാനായിട്ട്, അല്ലെങ്കിൽ അത് ശരിയല്ല എന്ന് പ്രഖ്യാപിക്കുവാനായിട്ടാണ് AD 325-ല് നൈസിയയിൽ കൂടിയ കൗൺസിലാണ് നൈസീൻ കൗൺസിൽ. ഇന്ന് നമ്മൾ എല്ലാ ആഴ്ചയിലും ഞായറാഴ്ച ആരാധനയ്ക്ക് ഉപയോഗിക്കുന്ന, ആരാധനാക്രമത്തിൽ ഉപയോഗിക്കുന്ന നൈസീൻ ക്രീഡ് അവിടെ ക്രിയേറ്റ് ചെയ്തതാണ്. അപ്പൊ നമ്മുടെ ഒരു പാരമ്പര്യം നമ്മൾ അതിനകത്ത് മനസ്സിലാക്കുന്ന നൈസീൻ ക്രീഡ് ഉത്ഭവിച്ചതായിട്ടുള്ള ഒരു അനുഭവം. അതുപോലെ 381-ല് കൗൺസിൽ ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ നൈസീൻ ക്രീഡ് ഒന്നുകൂടെ റിവൈസ് ചെയ്തു. അതുപോലെ തന്നെ 397-ല് കൗൺസിൽ ഓഫ് കാർത്തേജ് എന്ന് പറഞ്ഞ സ്ഥലത്ത്, കാർത്തേജിൽ കൂടിയ കൗൺസിലാണ് ന്യൂ ടെസ്റ്റ്മെന്റ് കാനോൻ ഉണ്ടായത്. കാനോൻ എന്താണെന്ന് നമുക്കറിയാം, അളവ് പോലെ നിയമം. നമ്മളെന്താണ് ഈ ഓൾഡ് ടെസ്റ്റ്മെന്റ് കാനോനും ന്യൂ ടെസ്റ്റ്മെന്റ് കാനോനും എന്നൊക്കെ പറയുന്നത്? മനസ്സിലാകുന്നുണ്ടോ? ഉറക്കത്തിൽ എണീക്കാനാണ് മെഷർമെന്റ് ടൂള്. ഇതൊക്കെ പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്നത് വേദപുസ്തകം, നമ്മുടെ ബൈബിളില് എത്ര പുസ്തകങ്ങളുണ്ട്? 66 പുസ്തകങ്ങൾ. 66 പുസ്തകങ്ങളെ 66ആയിട്ട് ക്രമീകരിച്ചതിന് സഭാ കൗൺസിലിന് അല്ലെങ്കിൽ സഭയ്ക്ക് ഒരു ഉത്തരവാദിത്വമുണ്ട്. ഇത് 66 അല്ല, അതിൽ കൂടുതലുള്ളവരും ഉണ്ട് അല്ലെ? ഈ 66 പുസ്തകത്തിൽ കൂടുതലുള്ള ബൈബിൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉണ്ട്, ധാരാളം ഉണ്ട്. എന്തുകൊണ്ട് നമ്മൾ 66 പുസ്തകം ആക്കിയെന്ന് ചോദിച്ചാൽ ഈ രണ്ട് കൗൺസിൽ, ഫസ്റ്റ് AD 90-ലുള്ള ജാമിയയിലെ കൗൺസില്, അതുപോലെ തന്നെ 397-ലെ ഓൾഡ് കാർത്തേജിലുള്ളതായിട്ടുള്ള കൗൺസിൽ, രണ്ട് കൗൺസിലും ഡിസൈഡ് ചെയ്തതാണ് ഓൾഡ് ടെസ്റ്റ്മെന്റില് 39 ബുക്സും ന്യൂ ടെസ്റ്റ്മെന്റില് 27 ബുക്സും, അങ്ങനെ ടോട്ടൽ 66 ബുക്സ് എന്നുള്ളത് ആ കൗൺസിൽ. അത് സഭയുടെ ഒരു ഉത്തരവാദിത്വമായിരുന്നു. വി ആർ പാർട്ട് ഓഫ് ദാറ്റ്. നമ്മുടെ ഹിസ്റ്ററി അവിടെ നിന്നാണ്, അങ്ങനെയൊക്കെയാണ് തുടങ്ങുന്നത്. പിന്നീട് നമ്മൾ നോക്കുന്നത് കൗൺസിൽ ഓഫ് ചാൽസിലോൺ. വീണ്ടും പല കാര്യങ്ങളും അതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ ഹിസ്റ്ററി, അതായത് ചർച്ച് ഹിസ്റ്ററിയെ നമുക്ക് ഒത്തിരി ഭാഗങ്ങളായിട്ട് തിരിക്കാം. ഹിസ്റ്ററി ഒക്കെ കേട്ടിരിക്കാൻ നിങ്ങളുടെ മനസ്സും അല്ലെങ്കിൽ നിങ്ങളുടെ ബുദ്ധിയും ഈ സമയത്ത് നിങ്ങളുടെ ഉറക്കത്തിലൊക്കെ വീഴിക്കും എന്നുള്ളത് കൊണ്ട് ഞാൻ അതിലേക്ക് കൂടുതൽ കിടക്കുന്നില്ല. വീണ്ടും നമ്മൾ പോവുകയാണെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ അതിനെ കുറിച്ച് പറയാനായിട്ടുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ഫസ്റ്റ്, അപ്പോസ്റ്റോലിക് ഏജില് യേശുക്രിസ്തുവിന്റെ മരണം, റിസറക്ഷൻ ആൻഡ് അസെൻഷൻ. പിന്നീട് AD 45 to 46-ല് The Epistle of James is the first New Testament book was written. അത് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ പറയണ ആദ്യത്തെ ന്യൂ ടെസ്റ്റ്മെന്റിലെ ബുക്ക് ജെയിംസ് ആണ്. അത് AD 45 to 46-ലാണ്. അതോടൊപ്പം തന്നെ AD 70-ല് തിയോഡിയസ് എന്ന് പറയുന്ന എംപറർ issued the Edict of Thessalonica declaring Christianity the official state religion of the Roman Empire. റോമൻ എംപയറില്
ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന റിലീജിയൻ ഒരു പുതിയ മതമാണ്, അല്ലെങ്കിൽ പുതിയൊരു വേ ഓഫ് ലൈഫാണ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് യേശു ക്രിസ്തുവിന് ശേഷം ഈ സഭ ആരംഭിക്കുമ്പോൾ. ഈ സഭ നമ്മളിപ്പം വേൾഡിലെ ഏറ്റവും വലിയ റിലീജിയനാണ് ക്രിസ്ത്യാനിറ്റി എന്നൊക്കെ പറയുമ്പോഴും ഇതിന് ഒത്തിരി സ്ട്രഗിളിൽ കൂടെ കടന്നു വന്നതാണ്. പഴയ കാലം നമ്മുടെ പിതാക്കന്മാർ, പൂർവ്വപിതാക്കന്മാര് ഒത്തിരി സ്ട്രഗിളിൽ കൂടെ കടന്നുപോയി. ചില ഗവൺമെന്റ് അതോറിറ്റീസ് നമ്മളെ അനുകൂലിച്ചു, അങ്ങനെയൊക്കെ ഉണ്ടായി വന്നതാണ്. വീണ്ടും നമ്മൾ നോക്കുമ്പോൾ ചർച്ച് എറ 100 to 280 ഒത്തിരി കാര്യങ്ങൾ പോയി. അതൊന്നും നിങ്ങൾക്ക് വായിക്കാൻ കിട്ടത്തില്ലെങ്കിൽ തന്നെയും ചില കാര്യങ്ങൾ മാത്രം ഓർമ്മിപ്പിക്കുന്നു. അതില് ഈ സുവിശേഷത്തിനെതിരായിട്ട്, അല്ലെങ്കിൽ യേശുക്രിസ്തുവിനോ അല്ലെങ്കിൽ സഭയ്ക്കോ എതിരായിട്ട് ഒത്തിരി ശക്തികൾ ഉണ്ടായിരുന്നു. അതായത് ഒത്തിരി ബാഡ് ടീച്ചിങ്സ് ഉണ്ടായിരുന്നു. അതിപ്പോഴും ഉണ്ട്, അന്നും ഉണ്ടായിരുന്നു. അങ്ങനെ അതിനൊക്കെ എതിർക്കുന്നതിന് വേണ്ടി ഒത്തിരി ക്രമീകരണങ്ങൾ ഉണ്ടായി ആ കാലഘട്ടത്തിൽ. അതിനുശേഷം നമുക്കറിയാവുന്നതുപോലെ ക്രിസ്ത്യൻ ബിഗിൻസ്, അതായത് 300 കഴിഞ്ഞപ്പോഴത്തേനും നമുക്കറിയാം സഭ ഒരു വലിയ ഗവൺമെന്റിന്റെ അണ്ടറിലോട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. സഭ എന്ന് തുടങ്ങിയത് യെരുശലേമിൽ തുടങ്ങിയതാണ് സഭ. വീണ്ടും ഒരു റോമൻ ഗവൺമെന്റിന്റെ അണ്ടറിൽ, പിന്നെ ഇങ്ങനെ ലേറ്റ് ഏൻഷ്യൻ എറ, അതുപോലെ തന്നെ മിഡിൽ ഏജസ്, അങ്ങനെ ഇതൊരു റോമൻ പാപ്പസിയുടെ അണ്ടറിലേക്ക് സഭ മുഴുവനും പോയി. അപ്പം ചില തിരുമേനിമാര് അല്ലെങ്കിൽ ചില ബിഷപ്പുമാര്, ചില പോപ്പുമാര് വന്ന് അവരുടേതായിട്ടുള്ള ക്രമീകരണങ്ങൾ മാത്രം, അല്ലെങ്കിൽ അവര് പറയുന്നതാണ് എല്ലാം നടക്കുള്ള, അല്ലെങ്കിൽ അവര് പറയുന്നതാണ് വേദവാക്യമെന്ന് ജനങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. നമുക്ക് ബൈബിൾ അവൈലബിൾ ആയിരുന്നില്ല. സാധാരണക്കാർക്ക് ബൈബിൾ വായിക്കാൻ പറ്റുമായിരുന്നില്ല. സാധാരണക്കാർക്ക് ഇന്ന് നമ്മൾ കൊണ്ടുനടക്കുന്ന പോലെ ബൈബിൾ കൊണ്ടുനടക്കാൻ പറ്റത്തില്ലായിരുന്നു. ഇതെല്ലാം ചില പ്രീസ്റ്റ്ലി അതോറിറ്റീസിന്റെ കീഴിൽ മാത്രമായിരുന്നു, കാണാൻ പോലും നമുക്ക് അവകാശമില്ലായിരുന്നു. അപ്പൊ അതിൽ നിന്നൊക്കെ മാറ്റങ്ങൾ വന്ന വീണ്ടും നമ്മൾ കാണുന്ന സമയത്ത് ഈ റിഫോർമേഷൻ എറയ്ക്ക് മുമ്പായിട്ട്, അതായത് 15ാം നൂറ്റാണ്ടിന് മുമ്പായിട്ട് ഇതൊരു റോമൻ പാപ്പസിയുടെ അല്ലെങ്കിൽ പോപ്പിന്റെ അധീനതയിലും ആ ഗവൺമെന്റിന്റെ അണ്ടറിലും സഭ മുഴുവനും ആകപ്പെട്ടു. അങ്ങനെ വലിയൊരു പ്രതിസന്ധിയിൽ കൂടെ പോയപ്പോഴാണ് റിഫോർമേഷൻ ഉണ്ടാകുന്നത് 15ാം നൂറ്റാണ്ടിൽ. ആരായിരുന്നു ഇമ്പോർട്ടന്റ് പേഴ്സണാലിറ്റീസ് ഫോർ ദ റിഫോർമേഷൻ? മാർട്ടിൻ ലൂതർ പ്രത്യേകിച്ചും ആ സമയത്ത് പോപ്പ് ചില കൽപ്പനകൾ പുറപ്പെടുവിച്ചു. അതായത് നിങ്ങൾ എന്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ച് പാപമോചന ചീട്ട്, ഇൻഡിവിജ്വൽസ് നിങ്ങൾ മേടിച്ചു കഴിഞ്ഞാൽ അതിനൊരു ഫീസും കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ പാപം മോചിക്കപ്പെടും. അപ്പം ചർച്ചിന് വരുമാനമായി അവിടെ വലിയൊരു പള്ളി പണിയണമായിരുന്നു, ഒരു കത്തീഡ്രൽ ഉണ്ടാക്കണമായിരുന്നു, അതും ഉണ്ടാക്കി. അങ്ങനെ ഒരു ക്രമീകരണത്തിലോട്ട് പോയപ്പോഴാണ് മാർട്ടിൻ ലൂതർ, ജോൺ കാൽവിൻ, ഫ്രെഡറിക് സ്വിംഗലി, ഇങ്ങനെയൊക്കെ പറയുന്ന നേതാക്കന്മാര്, സഭാപിതാക്കന്മാര് അവർ ഈ ചർച്ചിനെ റിഫോം ചെയ്യുവാനായിട്ട് ഇറങ്ങിത്തിരിച്ചത്. അവിടെ നമ്മൾ കാണുന്നത് മാർട്ടിൻ ലൂതറിന്റെ 95 തീസിസ് ഒക്കെ, ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ പറയുന്നില്ല. അങ്ങനെയുള്ള ഒത്തിരി ക്രമീകരണങ്ങൾ ചെയ്ത് ഈ ചർച്ചിനെ, സഭയെ നവീകരിച്ചു. ആ നവീകരിച്ചതിന്റെ ഭാഗമായിട്ട് വീണ്ടും ഒത്തിരി നവീകരണങ്ങൾ ഉണ്ടായി. അങ്ങനെ വന്ന് നമ്മളൊരു ഏർലി മോഡേൺ എറയിലോട്ട് വന്നു കഴിഞ്ഞപ്പോൾ പല സ്ഥലങ്ങളിലും റിവൈവൽ ഉണ്ടായി. കാൽവിനിസം വന്നു, അതുപോലെ തന്നെ സുവിശേഷം മറ്റു ഭാഗങ്ങളിലൊക്കെ സ്പ്രെഡ് ചെയ്യപ്പെട്ടു. പ്രത്യേകിച്ച് യൂറോപ്പിലൊക്കെ ധാരാളം ക്രിസ്ത്യൻസ് ഉണ്ടായി. അവർ മിഷണറിമാരെ അയച്ചു. മിഷണറിമാര് ഇന്ത്യയിലും മറ്റു പല ആഫ്രിക്കൻ കൺട്രികളിലും യൂറോപ്യൻ കൺട്രികളിലും അതുപോലെ അമേരിക്കൻ, സൗത്ത് അമേരിക്കൻ കൺട്രികളിലൊക്കെ ഈ മിഷണറിമാർ പോയി. മിഷണറി ആളെ അയക്കുകയും അവിടെയൊക്കെ സുവിശേഷം പ്രചരിപ്പിച്ചു. അതിന്റെ ഫലമായിട്ട് ചർച്ച് ഡെവലപ്പ് ചെയ്തു വന്നു. ഒത്തിരി പേഴ്സണാലിറ്റീസിനൊക്കെ അവിടെ പറയുന്നുണ്ടെങ്കിലും മുഴുവൻ പറയാൻ നമുക്ക് സമയമില്ലല്ലോ. പിന്നീട് 18ാം നൂറ്റാണ്ടിലോട്ട് വരുന്ന സമയത്ത് ജോൺ നെൽസൺ ഡാർബി ബിഗിൻസ് പ്രീച്ചിങ് മിനിസ്ട്രി. പ്രീച്ചിങ് മിനിസ്ട്രി അതുപോലെ തന്നെ ഡിസ്പെൻസേഷനലിസം ഒക്കെ തുടങ്ങി. അവിടെയാണ് ബ്രദറൻ അസംബ്ലീസ് ഉണ്ടാകുന്നത് 18ാം നൂറ്റാണ്ടിലാണ്. ആ സമയത്ത് അതിനുശേഷം നമ്മൾ കാണുന്നുണ്ട് ചാൾസ് ഫിനി, ജോർജ് മുള്ളർ, ജോൺ ലുഡ്വിങ്, ഡേവിഡ് ലിവിങ്സ്റ്റൺ. ഡേവിഡ് ലിവിങ്സ്റ്റൺ ആരാണെന്ന് അറിയാമോ? മിഷണറി ടു സൗത്ത് ആഫ്രിക്കയിലേക്ക് പോയ യങ് മിഷണറി ആയിരുന്നു. പിന്നെ ഹഡ്സൺ ടൈലർ ആരായിരുന്നു അറിയാമോ? ചൈനയിലെ മിഷണറി, ചൈനയിലേക്ക് പോയ മിഷണറി ആയിരുന്നു. ഡി.എൽ. മൂഡിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ വില്യം ആൻഡ് കാത്തറിൻ ബൂത്ത്
founded Salvation Army. ഇന്ന് സാൽവേഷൻ ആർമി ചർച്ച് എന്ന് പറയുന്നത് വലിയൊരു ചർച്ചാണ്. അവർക്ക് ഒത്തിരി കെയറിങ് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. അവർക്ക് ഒത്തിരി എന്താ പറയുന്നത്, ഹെൽപ്പ് ചെയ്യുന്നതായിട്ടുള്ള ഒത്തിരി ശുശ്രൂഷകൾ. സാൽവേഷൻ ആർമി ഇതൊക്കെ ആരംഭിച്ചത് 18-ാം നൂറ്റാണ്ടിലാണ്. അങ്ങനെ സഭയുടെ മിഷൻ വർക്കും അതുപോലെ തന്നെ ചാരിറ്റിയും ഒക്കെ തുടങ്ങുകയും പല സ്ഥലങ്ങളിലേക്കൊക്കെ സ്പ്രെഡ് ചെയ്തതിന്റെയും വെളിച്ചത്തിലാണ് ഇന്ത്യയിലും അനേക മിഷണറിമാർ വന്നു. നോർത്ത് ഇന്ത്യയിലും നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലും ഒക്കെ മിഷണറിമാർ വന്ന് പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടാണ് ഇന്ന് കാണുന്നത് പോലെ ക്രിസ്ത്യാനിറ്റി വളരുകയും സഭ ഉണ്ടാകുകയും ചെയ്തത്. അതുപോലെ തന്നെ മോഡേൺ എറയിലോട്ട് നമ്മൾ വരുന്ന ആ സമയത്ത് ഒത്തിരി ബൈബിൾ കോളേജ് മൂവ്മെന്റ് എന്ന് പറയുന്ന ഒരു മൂവ്മെന്റ് ഉണ്ടായി 1890s. ബൈബിൾ കോളേജുകൾ അമേരിക്കയിലെ ഒത്തിരി ബൈബിൾ കോളേജ് സ്ഥാപിച്ചു. അതിന്റെ ഫലമായിട്ട് ഇവിടുന്ന് സപ്പോർട്ട് ചെയ്ത് ഇന്ത്യയിലും മറ്റ് സകല രാജ്യങ്ങളിലും ബൈബിൾ കോളേജസ് ഉണ്ടായി. ബൈബിൾ കോളേജ് ഉണ്ടായതിനു ശേഷം അവിടെ നിന്ന് പഠിക്കുന്ന ആളുകൾ മിഷണറിമാരായിട്ട് പോയി പല സ്ഥലങ്ങളിലും. അതുപോലെ മിഷണറിമാരായിട്ട് വന്നവരാണ് എമി കാർമൈക്കൽ. ആരാണെന്ന് അറിയാമോ? വലിയൊരു എമി കാർമൈക്കൽ. അതുപോലെ തന്നെ ധാരാളം ആളുകൾ, ഒത്തിരി പേരുടെ പേര് നമുക്ക് കാണാൻ സാധിക്കും. അവരൊക്കെ കർത്താവിന് വേണ്ടി ഓടുകയും പ്രവർത്തിക്കുകയും ചെയ്തതിന്റെ ഫലമായിട്ടാണ് ഇന്ന് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. പിന്നെ ലേറ്റ് മോഡേൺ എറയിൽ നമ്മൾ വരുന്ന ആ സമയത്ത് കാൾ വാർത്തനി ഓർത്തഡോക്സിയിലുണ്ട്. അതുപോലെ തന്നെ മദർ തെരേസ 1925, നമ്മളെല്ലാവരും ഫേമസ് ആയിട്ടുള്ള അറിയാവുന്ന ഒരാളാണ്. മദർ തെരേസ ഇന്ത്യയിലേക്ക് വന്നത് 1925 അതുപോലെ തന്നെ 1933 ഒരു ഹോളോകോസ്റ്റ് നടന്നതായിട്ട് നമുക്കറിയാം. അതായത് മുസ്ലിംസ് ക്രിസ്ത്യൻസിനെ മുഴുവൻ നിർമ്മാർജ്ജനം ചെയ്ത് അവരെ കഴുത്ത് വെട്ടി മാനസാന്തരപ്പെടുത്തി അവരുടെ റിലീജിയനിലോട്ട് മാറ്റി. നമുക്കറിയാം, ഇന്ന് നമ്മള് പഴയ കാലത്തുണ്ടായിരുന്ന സ്ഥലങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കി. പൗലോസിന്റെ യാത്ര ചെയ്ത് സുവിശേഷം പ്രസംഗിച്ച ഏഷ്യ മൈനർ, ടർക്കിയിലാണ് പൗലോസ് 3 മിഷണറി യാത്രയും നടത്തിയത്. ടർക്കിയിലെ ഇപ്പോഴത്തെ റിലീജിയൻ എന്താ? ഇസ്ലാമിസമാണ്. ആ ഏരിയയിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു ഹോളി ക്രോസ് അതുപോലെ തന്നെ ഒത്തിരി ഫോഴ്സ്ഫുൾ കൺവേർഷൻ നടന്നതിന്റെ ഫലമായിട്ടാണ് ഇസ്ലാമിസം സ്പ്രെഡ് ആകുവാനായിട്ട് ഇടയായത്. നമുക്ക് ഒത്തിരി പ്രതികൂലങ്ങൾ നേരിട്ടു ചർച്ചിന്. അതൊക്കെ നടന്നതിന് ശേഷം ഇന്ത്യൻ ചർച്ചിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്ന ആ സമയത്ത് ഇന്നത്തെ നമ്മുടെ സഭയെ കുറിച്ചും ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് പഠിക്കുമ്പോൾ AD 52 നമുക്കറിയാം തോമസ് വന്നത്. അതിനുശേഷം സിറിയൻ കാത്തലിക് ക്രോണിക്കൽസ് ഓഫ് എഡേസ, നമ്മുടെ ചർച്ച് ഓഫ് ദി ക്രിസ്ത്യൻസ് ഇൻ ഇന്ത്യ, അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് 200. അതോടൊപ്പം തന്നെ 345 ചർച്ച് ഉണ്ടായിരുന്നു. 883 ആംഗ്ലോ സാക്സൺ എന്ന് പറയുന്ന ബിഷപ്പ് ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. അതുപോലെ മൈലാപ്പൂരിൽ വന്നിട്ടുണ്ട്. അതുപോലെ 15th സെഞ്ചുറിയിലാണ് തോമസ് കാന വന്നത്. തോമസ് കാന അറിയാമല്ലോ, കനായി തോമൻ കേരളത്തിൽ വന്നു. കേരളത്തിൽ വന്ന സമയത്ത് അവരുടെ ഒരു പ്രത്യേക കൂട്ടമുണ്ടായി. അതിനുശേഷം 15th സെഞ്ചുറിയിലാണ് കൂനൻ കുരിശ് സത്യം എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടാകുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഈ സഭ മുഴുവനും ആദ്യകാലത്ത് ഞാൻ പറഞ്ഞ റോമൻ പാപ്പസി, റോമ മുഖത്തിനടിയിൽ പോയത് കൊണ്ട് കേരളത്തിലെ സഭയും ചില ഇന്ത്യയിലെ സഭകളെല്ലാം ചേർന്ന് ഇനി ഞങ്ങൾ ഈ റോമ മുഖത്തിനടിയിൽ പോവുകയില്ല എന്ന് പറഞ്ഞ് സത്യം ചെയ്ത ചില വിശുദ്ധന്മാർ ചേർന്ന് സത്യം ചെയ്ത ഒരു കൂനൻ കുരിശ് സത്യമാണ് 1563 മട്ടാഞ്ചേരിയിലെ ഒരു പള്ളിയിൽ വെച്ച് നടത്തി. അവിടെ ഒരു കുരിശുണ്ട്. ആ കുരിശില് വലിയൊരു വള്ളി കെട്ടി അതിനകത്ത് ഇങ്ങനെ എല്ലാവരും പിടിച്ചു നിന്ന് സത്യം ചെയ്തു. നമ്മള് മനസ്സിലാക്കുന്ന ആ സത്യം ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ കുരിശ് വളഞ്ഞു എന്നാ പറയുന്നത്. കുരിശ് വളഞ്ഞു പോയി. അതൊരു കൂനൻ കുരിശ് സത്യമെന്ന് പേര് വന്നു. എനിവേ അതൊരു സത്യമാണ്. അവര് അങ്ങനെ ഒരു കൂനൻ കുരിശ് സത്യം ചെയ്തത് കൊണ്ടാണ് നാട്ടിലെ 2 സഭകൾ, സ്കിസം ഓഫ് ദ ചർച്ചിലുള്ള 2 സഭകളായിട്ട് പിരിയുന്ന പ്രൊട്ടസ്റ്റന്റ് ആൻഡ് കാത്തലിക് 2 സഭകളായിട്ട് പിരിയുന്ന കൂനൻ കുരിശ് സത്യം. അവിടെ അതുപോലെ തന്നെ സിറിയൻ ക്രിസ്ത്യൻ ചർച്ച്, റോമൻ കാത്തലിക്കും യാക്കോബായ സഭയും കേരളത്തിലുണ്ടാകുന്നു. റോമൻ കാത്തലിക്കും യാക്കോബായ സഭയും സിറിയൻ ഓർത്തഡോക്സ് ചർച്ച് അതുണ്ടാകുന്നു. അതിനുശേഷം
അതിന്റെ ഹിസ്റ്ററി ഒത്തിരി പറയുന്നുണ്ട്. ഞാൻ വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് വിടുകയാണ്. അതിനുശേഷം അതിന് തൊട്ട് മുമ്പായിട്ടാണ് ഈ സംഭവം നടക്കുന്നത്. 1790. ഇതാരാണെന്നറിയാമോ? ഇതാണ് എബ്രഹാം മൽപ്പാൻ. അങ്ങനെ യാക്കോബ സഭയുണ്ടായി. യാക്കോബ സഭ അതിൻ്റെതായുള്ള കൂതാശകളിലും അവരും ബൈബിളൊന്നും നമുക്ക് തരത്തില്ലായിരുന്നു. അവിടുത്തെ പ്രീസ്റ്റിന് മാത്രമേ അത് വായിക്കാൻ അധികാരം ഉണ്ടായിരുന്നു ആ കാലങ്ങളിൽ. നമുക്ക് ബൈബിൾ വായിക്കാൻ അവകാശമില്ലായിരുന്നു. അങ്ങനെയുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ നിന്ന് ഒരു റിഫർമേഷൻ ഉണ്ടായത് പാലാക്കുന്നത്ത് എബ്രഹാം മൽപ്പാൻ എന്ന് പറയുന്ന ഈ മെത്രാന്റെ കീഴിലാണ്. 1796. എബ്രഹാം മൽപ്പാനെ കുറിച്ച് നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ നിങ്ങൾ സൈറ്റില് വിസിറ്റ് ചെയ്താൽ അറിയാം. അദ്ദേഹം അന്ന് അവിടെ അദ്ദേഹത്തിന്റെ തക്സ, അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ആരാധനക്രമമുണ്ടല്ലോ, അന്ന് യാക്കോബ സഭയിൽ ഉപയോഗിച്ചിരുന്ന തക്സ അവര് മാറ്റി എഴുതി. ഈ ബിഷപ്പ് മാറ്റി എഴുതി സ്വന്തം തക്സ ഉപയോഗിച്ചുകൊണ്ട് ആരാധന നടത്തി. അവിടെ ആരാധിച്ചുകൊണ്ടിരുന്ന ഒരു മുത്തപ്പൻ ഉണ്ടായിരുന്നു അവരുടെ പള്ളിയിൽ. ആ മുത്തപ്പനെ എടുത്ത് കിണറ്റിലിട്ടു. അത്ര ധീരതയോടുകൂടി റിഫർമേഷൻ നടത്തിയ ഒരു വ്യക്തിയാണ് എബ്രഹാം മൽപ്പാൻ. നമ്മൾ വായിക്കുന്നത് Indian cleric and theologian known for the Reformation movement within Malankara Church. During the 19th century, he was born in the ancient Syrian Christian Palakun family which practiced West Syriac Rite Oriental Orthodoxy after the Covenant Cross of 1653. അപ്പം കുവനൻകുരിശ് കഴിഞ്ഞ് ഓർത്തഡോക്സ് യാക്കോബായ സഭ ഉണ്ടായതിനു ശേഷം വീണ്ടും അതിനെ റിഫോം ചെയ്തതാണ് ഈ റിഫർമേഷൻ എബ്രഹാം മൽപ്പാൻ. അവിടെയാണ് മാർത്തോമ സഭ ഉണ്ടാകുന്നത്. അതിനുശേഷം എബ്രഹാം മൽപ്പാന്റെ റിഫർമേഷന് ശേഷമാണ് മലങ്കര മാർത്തോമ സിറിയൻ ചർച്ച് ഉണ്ടാകുന്നത്. അത് ഈ സിംബൽ, ഈ എംബ്ലം നിങ്ങൾക്ക് അറിയാൻ ആയിരിക്കുമല്ലോ. മാർത്തോമ സഭയുടെ എംബ്ലമാണ്. ആ മാർത്തോമ സഭ ഉണ്ടാകുന്നത് ഈ എബ്രഹാം മൽപ്പാന്റെ നവീകരണത്തോട് ചേർന്നാണ്. ഇങ്ങനെ നമ്മൾ കടന്നു വന്ന ഇതിന്റെ റിഫർമേഷൻ നടന്നു വന്ന് മലങ്കര സഭ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ അതിന്റെ ഒറിജിനൽ വിശ്വാസത്തിൽ നിന്ന് ചില മെത്രാന്മാരുടെ പ്രയാസപരമായിട്ട് അല്ലെങ്കിൽ അവരുടെ കടപിടുത്തത്തിന്റെ ഫലമായിട്ട് മാർത്തോമ സഭയിലും ചെറിയ പ്രയാസങ്ങളുണ്ട്. ഇവിടെ നമ്മൾ വായിക്കുന്ന മാർത്തോമ ചർച്ച് remained truly evangelical until the period of Bishop Abraham Marthoma, during which the time I.U. Rachan, V.P. Mamanachan and others, as well as evangelists like Kochunju Udeshi, Mamaru Udeshi and K. Daniel sir, etc. But during the time of Johann and Marthoma, the church began to deviate from the original faith and doctrine. നമ്മൾ ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് മാർത്തോമ സഭ നല്ല ഉദ്ദേശത്തോടു കൂടി റിഫോം ചെയ്തിറങ്ങി തിരിച്ചാണ്. അതിന്റെ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എബ്രഹാം, നമ്മൾ വായിക്കുന്നത് എബ്രഹാം മൽപ്പാന്റെ അല്ലെങ്കിൽ ബിഷപ്പ് എബ്രഹാം മാർത്തോമയുടെ സമയത്തിന് ശേഷം പിന്നീട് വന്ന തിരുമേനിമാരെ ഈ സഭയിൽ ചില ഡീവിയേഷൻ ഉണ്ടായി. മാർത്തോമ പത്യോപദേശ സമിതി എന്ന് പറയുന്ന ഒരു സമിതി ഉണ്ടായി. അതിനുശേഷം 1952 the Patyopadesh Samiti was officially founded in Marthoma High School, Airut. Key figures were P.S. George, K. Daniel, K. Abraham, P.T. Women Sir, Reverend B. John Varghese, late Bishop, അതുപോലെ തന്നെ B.A. മത്തായി അച്ഛൻ, അതുപോലെ C.M. വർഗീസ് അച്ഛൻ, K.O. ജോണച്ചൻ. K. ജോണച്ചനൊക്കെ നമ്മുടെ സഭയുടെ ഈ അടുത്ത കാലങ്ങളിലാണ് മരിച്ചുപോയത്. അവരൊക്കെ ചേർന്ന് ഇതിനെ റിഫോം ചെയ്യുവാനായിട്ടൊരു പത്യോപദേശ സമിതി എന്ന് പറയുന്ന ഒരു സമിതി ഉണ്ടായി. അപ്പോൾ തന്നെ there was another group that existed before the Patyopadesh Samiti known as the സത്യവിശ്വാസ സംരക്ഷണ സമിതി. മാർത്തോമ സഭയിൽ ഉണ്ടായിരുന്ന ഒരു സമിതിയാണ് സത്യവിശ്വാസ സംരക്ഷണ സമിതി. അപ്പൊ അവിടെ രണ്ട് ഗ്രൂപ്പായി, സത്യവും പത്യവും. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, സത്യവും പത്യവും. അങ്ങനെ സത്യവും പത്യവും തമ്മിൽ വേർതിരിഞ്ഞ് വന്നതാണ് എന്താണ് യോഹന്നാൻ മാർത്തോമ excommunicated 4 topmost leaders on 7th November 1960. 1961 ഈ 4 വലിയ ലീഡേഴ്സിനെ, റെവറൻഡ് ബി ജോൺ വർഗീസ്, റെവറൻഡ് ബി എൻ മത്തായി, റെവറൻഡ് കെ ഒ ജോൺ, റെവറൻഡ് സി എം വർഗീസ്, ഈ 4 പട്ടക്കാരെ എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് സഭയിൽ നിന്ന് പുറത്താക്കി ഈ ബിഷപ്പ്
യൂഹന്നാൻ മാർത്തോമ. അതിനുശേഷമാണ് സെന്റ് തോമസ് ഇവാനിയൻ ചർച്ച് ഓഫ് ഇന്ത്യ ഉണ്ടാകുവാനായിട്ട് ഇടയായിത്തീർന്നത്. 1961. അതിനു മുമ്പ് തന്നെ പത്യോപദേശ സമിതി ഉണ്ടായിരുന്നു. പത്യോപദേശ സമിതി മീറ്റിംഗുകൾ നടത്തുകയും വടക്കൻ തിരുവിതാംകൂറിലും തെക്കൻ തിരുവിതാംകൂറിലും ഒക്കെ പല സ്ഥലങ്ങളിൽ പോയി സുവിശേഷം അറിയിക്കുകയും അവരെ ആ ഗ്രൂപ്പിൽ നിർത്തുകയും സുവിശേഷത്തിന് വേണ്ടി നിലനിൽക്കണം, ഉദാശകളല്ല ഇമ്പോർട്ടന്റ്, സുവിശേഷം അറിയിക്കുക എന്നുള്ളതാണ് എന്നൊക്കെ പറഞ്ഞ് നിലനിർത്തിയതായിട്ടുള്ള വലിയ പത്യോപദേശ സമിതിയുടെ പ്രവർത്തനങ്ങളുണ്ട്. പത്യോപദേശ സമിതിയുടെയും 100ാം വാർഷികവും ഏതാണ്ട് ആഘോഷിക്കുമായിരുന്നു ഈ അടുത്ത കാലത്ത്. അതുപോലെ തന്നെ ഈ പത്യോപദേശ സമിതിയുടെ ഫലമായിട്ടാണ് സെന്റ് തോമസ് ഇവാനിയൻ ചർച്ച് ഓഫ് ഇന്ത്യ വാസ് ഇനാഗ്രേറ്റഡ് at Bishop Abraham Nagar Taimala Manyadi Tiruvalla Kerala on January 26, 1961. അപ്പൊ നമ്മുടെ ഒരു പശ്ചാത്തലമാണ് ഇത്. സഭ നൂറ്റാണ്ടുകളായിട്ട് ഒത്തിരി പ്രതിസന്ധികൾ കൂടെ കടന്നുപോയി ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. അതിന്റെ റിഫോർമേഷനിൽ കൂടെ കൊണ്ടുവന്ന് ഇപ്പൊ നമ്മള് 2025 തീർന്നപ്പോൾ നമ്മുടെ സഭ ഉത്ഭവിച്ചിട്ട് 60 വർഷത്തോളമായി. ഈ 60 വർഷവും നമ്മൾ ചിന്തിക്കുന്നത് പോലെയുള്ള ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഫംഗ്ഷനിങ് ആയിരുന്നില്ല. നമുക്ക് ഒത്തിരി പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. ഇവരായിരുന്നു ആദ്യത്തെ 2 ബിഷപ്പുമാര്. അതൊന്ന് TC ജോർജ് അച്ഛൻ, നമ്മുടെ പഴയ സഭാ ട്രഷറർ ആയിരുന്നു, ചിലരൊക്കെ കണ്ടിട്ടുണ്ടാവും. ഒന്ന് PT തോമസ് അച്ഛൻ, സഭയുടെ ആദ്യത്തെ സഭാ സെക്രട്ടറി ആയിരുന്നു. ഒന്ന് ഉമ്മൻ ബിഷപ്പ്, മറ്റത് P. ജോൺ വർഗീസ് ബിഷപ്പ്. ഇവർ 2 പേരായിരുന്നു ആദ്യത്തെ നമ്മുടെ ബിഷപ്പുമാര്. ചില അച്ഛന്മാര്, 10 അച്ഛന്മാര് കൈവച്ച് വാഴിച്ച ബിഷപ്പുമാരാണ് ഇവര് 2 പേര്. അവര് സഭയ്ക്ക് ഉന്നതമായിരിക്കുന്ന നേതൃത്വം നൽകി. പ്രത്യേകിച്ച് P. ജോൺ വർഗീസ് ബിഷപ്പ് പെട്ടെന്ന് പാലക്കാട് ആശ്രമത്തിലായിരുന്നു. അദ്ദേഹത്തിന് ഒത്തിരി നാളുകൾ സഭയിൽ ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം അല്ലെങ്കിൽ അദ്ദേഹത്തിന് സാധിച്ചില്ല. അദ്ദേഹം പെട്ടെന്ന് മരണപ്പെട്ടു. അതിനുശേഷം ഉമ്മൻ ബിഷപ്പായിരുന്നു. ഉമ്മൻ ബിഷപ്പിന്റെ കാലഘട്ടത്തിൽ ഒത്തിരി പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. സഭ 2ആയിട്ട് പിരിയേണ്ടതായ ഒരു സാഹചര്യം വന്നു. ഫെലോഷിപ്പ് എന്നും ഇവാഞ്ചലിക്കൽ എന്നും പറഞ്ഞ് 2 ഗ്രൂപ്പുകളായിട്ട് തിരിയേണ്ടി വന്നു. ആ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും അത് 1995 നമ്മൾ ഒന്നായി ചേർന്ന് ഇപ്പൊ സഭ സന്തോഷം 95 ഒന്നായി ചേർന്ന് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ ആഫ്റ്റർ ദി ഇനാഗ്രേഷൻ ഓഫ് ദ ചർച്ച് ദ നെക്സ്റ്റ് ഡേ ബിഷപ്സ് ആൻഡ് പ്രെസ്ബിറ്റേഴ്സ്, ഇത്രയും അച്ഛന്മാരാണ് ആദ്യം നമുക്കുണ്ടായിരുന്നത്. 2 ബിഷപ്പുമാര്, നടക്കിയിരിക്കുന്ന 2 ബിഷപ്പുമാരും അതിന്റെ കൂടെ നിൽക്കുന്ന അച്ഛന്മാരുമാണ് ആദ്യം നമുക്കുണ്ടായിരുന്നതായിട്ടുള്ള സഭയുടെ അച്ഛന്മാർ, പട്ടത്ത സമൂഹം. അതിനുശേഷം നമുക്ക് ഉമ്മൻ ബിഷപ്പിന് ശേഷം കോശി ബിഷപ്പ്, TC ചെറിയൻ ബിഷപ്പ്, അതുപോലെ തന്നെ അലക്സാണ്ടർ ബിഷപ്പ്, C. മാത്യു ബിഷപ്പ്. ഇവര് 4 പേരും റിട്ടയർഡ് ബിഷപ്സ് ആണ്. ഇപ്പോഴും നമ്മുടെ പ്രിസൈഡിംഗ് ബിഷപ്പ് മോസ്റ്റ് റെവറൻഡ് ഡോക്ടർ തോമസ് എബ്രഹാം നമ്മുടെ പ്രിസൈഡിംഗ് ബിഷപ്പായിട്ട്. അദ്ദേഹം അടുത്ത വർഷം ഏപ്രിൽ മാസം 26-27 അദ്ദേഹത്തിന്റെ ഡേറ്റ് ആ സമയത്താണ് 70 വയസ്സ് തികയുന്നത്. ആ സമയത്ത് റിട്ടയർ ചെയ്യും. അതിനുശേഷം ഇപ്പോഴുള്ള പ്രദേശ സഭാധ്യക്ഷൻ റെവറൻഡ് ഡോക്ടർ എബ്രഹാം ചാക്കോ. ഇതാണ് നമ്മുടെ ബിഷപ്പന്മാര്. അതിനുശേഷം നമ്മൾ കാണുന്നത് ഇപ്പോൾ നമുക്കുള്ളത് സെന്റ് തോമസ് ഇവാനിയൻ ചർച്ച് ഓഫ് ഇന്ത്യ 2 ആക്റ്റീവ് ബിഷപ്സ്, 4 റിട്ടയർഡ് ബിഷപ്സ്, 65 പ്രെസ്ബിറ്റേഴ്സ്. അത് റിട്ടയർ ചെയ്തവരുണ്ട്. 65 പ്രെസ്ബിറ്റേഴ്സ്. 165. ഇല്ല, അത് ബിഷപ്പുമാരെയാണ് ചേർന്നാണ് 172. മോർ ദാൻ 400 മിഷണറീസ്. മിഷണറീസ് എന്ന് പറയുമ്പോൾ സിംഗിൾ മിഷണറീസ് വിത്ത് ദെയർ ഫാമിലീസ്. അപ്പം മോർ ദാൻ 1000 പീപ്പിൾ. അതുപോലെ തന്നെ 37 സേവനീസ്, 254 പാരിഷസ് അക്കോർഡിംഗ് ടു ദി നമുക്ക് അറിയാവുന്ന നിലയിൽ. അതുപോലെ 7 ഡയോസിസ്. നമ്മളായിരിക്കുന്ന ഡയോസിസ് DNA, നോർത്ത് അമേരിക്ക ആൻഡ് യൂറോപ്പ്. നമ്മളൊരു ഡയോസിസാണ്. നമ്മളതിലെ ഒരു പാരിഷാണ്. ഇത് നമ്മുടെ അച്ഛന്മാരുടെ ഒരു ഗ്രൂപ്പാണ്. 2023 അച്ഛന്മാരുടെ മീറ്റിംഗ് എടുത്തൊരു ഗ്രൂപ്പാണ്. ഇതിൽ കൂടുതലുണ്ട്. അതന്നെയല്ല, ഇതിനകത്തുള്ളത് പലരും നാട്ടിലുള്ളവർ മാത്രമേ ഉള്ളൂ. പലരും വിദേശങ്ങളിലുള്ള അച്ഛന്മാരൊന്നും ഇതിനകത്തില്ല. റിട്ടയർ ചെയ്തവരില്ല. ആക്റ്റീവ് സർവീസിൽ അന്ന് ഇരുന്ന് 2023 ഉണ്ടായിരുന്ന ആളുകൾ മാത്രമാണ് ഒരു പിക്ചർ. പിന്നീട് ഫണ്ടമെന്റൽ ടീച്ചിങ്സ് ഓഫ് സെന്റ് തോമസ് ഇവാനിയൻ ചർച്ച് ഓഫ് ഇന്ത്യ. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്.
അറിയത്തില്ലെങ്കിൽ നിങ്ങളുടെ ആരാധനാക്രമം അതിൻ്റെ ആദ്യത്തെ പേജിൽ ഈ കാര്യങ്ങളെല്ലാം ഉണ്ട്. നമ്മുടെ ഫണ്ടമെന്റൽ ടീച്ചിങ്സ് എന്താണെന്നുള്ളത് അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ സഭ എന്ത് വിശ്വസിക്കുന്നു, നമ്മൾ എന്താണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്, നമ്മുടെ വിശ്വാസം എന്താണ് എന്നുള്ളതൊക്കെ വ്യക്തമായിട്ട് അതിനകത്ത് പ്രതിപാദിച്ചിട്ടുണ്ട്. അത് മുഴുവനൊന്നും വായിക്കാൻ സമയമില്ലാത്തപ്പോൾ ഞാൻ ഓടിച്ചു വിടുകയാണ്. ആ ഫണ്ടമെന്റൽ ടീച്ചിങ്സ് എല്ലാവരും നമ്മൾ പഠിക്കണം. ദ യുണീക്ക്നെസ് ഓഫ് ദ ബൈബിൾ. നമ്മൾ വിശ്വസിക്കുന്നത് എല്ലാ വിശ്വാസത്തിന്റെയും ആധാരം വേദപുസ്തകമാണ്. 66 പുസ്തകം അടങ്ങുന്ന വേദപുസ്തകം. 72 ബുക്സ് അല്ല നമ്മുടെ ബുക്സ്. 66 പുസ്തകം അടങ്ങുന്ന വേദപുസ്തകം. അതുപോലെ തന്നെ മിഷണറി കമ്മിറ്റ്മെന്റ്. സഭയിലെ ഓരോ വിശ്വാസിയും ഓരോ മിഷണറി ആയിരിക്കും. ഈച്ച് ബിലീവർ ഷുഡ് ബി എ മിഷണറി. അതാണ് നമ്മുടെ മോട്ടോ. അതുപോലെ തന്നെ സാൽവേഷൻ ബൈ ഗ്രേസ് ത്രൂ ഫെയ്ത്ത് അലോൺ. മറ്റു ഒരു കർമ്മമാർഗവും വിശ്വാസത്തിന് രക്ഷയ്ക്ക് ആധാരമല്ല. നമ്മൾ അതിൽ മാത്രം വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ റോയൽ പ്രീസ്റ്റ്ഹുഡ്. നമ്മുടെ പുരോഹിതന്മാർക്ക് അവര് രാജകീയ പുരോഹിത വർഗമാണ്. അവർക്കൊരു പ്രത്യേക പൗരോഹിത്യം, നമ്മൾ അഹരോന്യ പൗരോഹിത്യം ഒന്നും കൽപ്പിക്കുന്നില്ല. ഞങ്ങളൊക്കെ കുപ്പായം ഇട്ടിരിക്കുന്നത് ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി മാത്രമേ ഉള്ളൂ. ഞങ്ങളൊന്നും എന്ന് വെച്ചാൽ ദൈവത്തിന്റെ അടുത്ത് നിൽക്കുന്നവരാണ് എന്ന് പറയുന്നത്. അത് ബിഷപ്പാണെങ്കിലും ദൈവത്തിന്റെ അടുത്ത പ്രതിപുരുഷനാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല. നമ്മൾ വിശ്വസിക്കുന്നത് രാജകീയ പുരോഹിത വർഗമാണ്. വി ആർ ഈക്വൽ ബിഫോർ ഗോഡ്. ഈക്വൽ ബിഫോർ അച്ഛനായാലും തിരുമേനിയായാലും നോർമൽ വിശ്വാസിയായാലും വി ആർ ഈക്വൽ ബിഫോർ ഗോഡ്. അതിന് യാതൊരു വ്യത്യാസവുമില്ല. നമ്മുടെ വിശ്വാസം, ജീവിതം അതിനനുസരണമായിരിക്കണം. അത് ബിഷപ്പാണെങ്കിലും അച്ഛനാണെങ്കിലും സാധാരണ നോർമൽ വിശ്വാസം. പിന്നെ എന്തിനാണിത്? നമ്മുടെ സഭ എന്ന് പറയുന്നത് ഒരു എപ്പിസ്കോപ്പൽ ഇവാഞ്ചലിക്കൽ ചർച്ചാണ്. അത് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കണം. എപ്പിസ്കോപ്പൽ ഇവാഞ്ചലിക്കൽ ചർച്ച്. നമുക്കൊരു ബിഷപ്പുണ്ട്, അച്ഛന്മാരുണ്ട്. അതൊരു ഭരണ സൗകര്യത്തിനും നമ്മുടെ ആരാധനാ ക്രമീകരണത്തിനും മുന്നോട്ട് പോകുന്നതിന് വേണ്ടി ക്രമീകരിച്ചിരിക്കുന്നതാണ്. ആ രീതിയിൽ മുന്നോട്ട് പോകുന്നതുകൊണ്ട് ഇത് ഭാരതത്തിലെ ഏക എപ്പിസ്കോപ്പൽ ഇവാഞ്ചലിക്കൽ ചർച്ച്, ഏറ്റവും കൂടുതൽ മിഷണറി പ്രവർത്തനം നടത്തുന്ന സഭ. നമുക്ക് അഭിമാനിക്കാൻ നമ്മുടെ സഭയാണ് ഏറ്റവും കൂടുതൽ മിഷണറി പ്രവർത്തനം നടത്തുന്നത്. റീസെന്റ് സർവേകളൊക്കെ പറയാം ഏറ്റവും കൂടുതൽ മിഷണറിമാരെ അയക്കുന്നത് എപ്പിസ്കോപ്പൽ ഇവാഞ്ചലിക്കൽ ചർച്ചിലെ സെന്റ് തോമസ് ഇവാഞ്ചലിക്കൽ ചർച്ച് ഓഫ് ഇന്ത്യ. വീണ്ടും നമ്മൾ ക്രൈസ്റ്റ് ഓൺലി മീഡിയേറ്റർ. നമുക്ക് വേറെ ഒരു മീഡിയേറ്റർ ഇല്ല. മറ്റു പല സഭകളും പറയുന്ന പോലെ നമുക്കൊരു സെയിന്റ് മീഡിയേറ്റർ ഇല്ല. നമ്മൾ പ്രാർത്ഥിക്കുന്നത് യേശു ക്രിസ്തുവിൽ കൂടെ ദൈവത്തോട്. നമ്മൾ എന്നും പ്രാർത്ഥിക്കുമ്പോൾ ത്രൂ ജീസസ് ക്രൈസ്റ്റ് ടു ഗോഡ്, ഫാദർ ഗോഡ്. നമ്മുടെ പ്രാർത്ഥന നമുക്ക് യാതൊരു മീഡിയേറ്റേഴ്സും ഇല്ല. പിന്നെ ദ പ്രേയർ ഫോർ ലിവിങ്, ഫോർ ദ ലിവിങ്. വൈ ഡു വി നോട്ട് പ്രേ ഫോർ ദ ഡെഡ്? എന്തുകൊണ്ടാണ് മരിച്ചവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറ്? അങ്ങനെ പ്രാർത്ഥിക്കുന്ന സഭ ഉണ്ട് അല്ലേ? മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സഭയുണ്ട്. Our church believes that every human being also has to make a decision during his or her lifetime whether or not to accept Christ. If anyone fails to accept Christ during his or her lifetime, the position can in no way be certified or improved by rituals performed or prayers offered by such a person's children or others after his or her death. The church forbids prayer for the dead and on the other hand encourages intercessory prayer for the living. We should pray for and try to help all people living around us that they may accept Christ during their lifetime. അപ്പോൾ ഈ മരണത്തിന് ശേഷം ആ വ്യക്തിയെ കുറിച്ച് നമുക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല, പ്രാർത്ഥിക്കാൻ കഴിയുകയില്ല, അവരെ പ്രാർത്ഥിച്ച് സ്വർഗത്തിലേക്ക് കയറ്റാൻ കഴിയുകയില്ല. അതുകൊണ്ട് we don't pray for the dead. പിന്നെ നമ്മുടെ സാക്രമെന്റ്സ്, എത്ര സാക്രമെന്റ്സ് ഉണ്ടെന്ന് അറിയാമോ നമുക്ക്? 2. What are they? എന്താ 2 ആയിട്ട് ചുരുങ്ങിയത്? Why we limit 2? നമുക്ക് 2 സാക്രമെന്റ്സ് ആണുള്ളത്. ഒന്ന് ലോർഡ്സ് സപ്പർ ആൻഡ് ബാപ്റ്റിസം. എന്തുകൊണ്ടാണ് ഈ 2 ആയിട്ട് ചുരുങ്ങിയത്? മറ്റു സഭകളിലൊക്കെ 7 കൂദാശകളുണ്ട്. കൂദാശകൾ ഏതൊക്കെയാണെന്ന് അറിയാം? മാരേജ് ഇസ് വൺ ഓഫ് ദി കൂദാശ.
മരിച്ചു പോകാൻ കിടക്കുമ്പോൾ നമ്മൾ അവർക്ക് അന്ത്യകൂദാശ, ചിൽഡ്രൻ അവരെ സ്നാനപ്പെടുത്തുന്നത്, അങ്ങനെ ഒത്തിരി 7 കൂദാശകളുണ്ട്. മരിച്ചു കഴിഞ്ഞിട്ടുള്ള പല കൂദാശകളുണ്ട്. അതിനൊക്കെ പല ചർച്ചകളും അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് കൂദാശകളായി. പക്ഷെ നമ്മൾ വിശ്വസിക്കുന്നതും വേദപുസ്തകം പറഞ്ഞിരിക്കുന്നത് 2 കൂദാശകളാണ്. 2 സാക്രമെന്റ്സ്. വൺ ഈസ് ലോർഡ് സപ്പർ. ലോർഡ് സപ്പർ നമ്മൾ കൂദാശയായിട്ട് അംഗീകരിക്കുന്നതിന്റെ കാര്യം ജോയിൽ പറഞ്ഞു. യേശു ക്രിസ്തു നേരിട്ട് നിങ്ങളോട് ആചരിക്കാൻ പറഞ്ഞിരിക്കുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന്, ഡു ദിസ് ഇൻ റിമെമ്പറൻസ് ഓഫ് മീ. ഇറ്റ്സ് എ കമാൻഡ്. ഡു ദിസ് ഇൻ റിമെമ്പറൻസ് ഓഫ് മീ whenever you gather together. നിങ്ങൾ കൂടി വരുമ്പോഴൊക്കെയും എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിനെന്ന് കർത്താവായ യേശു ക്രിസ്തു നമ്മളോട് സഭയോട് കൽപ്പിച്ചിട്ടുള്ളത് കൊണ്ട് നമ്മൾ അത് പ്രമാണിക്കുന്നു. രണ്ടാമത്തെ കാര്യം ബാപ്റ്റിസമാണ്. ബാപ്റ്റിസത്തെ കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ടോ? ഇന്ന് നമ്മുടെ സഭ അംഗീകരിക്കുന്ന മോഡ് ഓഫ് ബാപ്റ്റിസം, ബാപ്റ്റിസത്തെ കുറിച്ച് സംശയിക്കേണ്ട ആവശ്യമില്ല. മോഡ് ഓഫ് ബാപ്റ്റിസമാണ് പല രീതിയിലും പല ആളുകൾ ചെയ്യുന്നത്. മുഴുകി സ്നാനം വേണോ, തളിച്ച് വേണോ, കുഞ്ഞുങ്ങളെ സ്നാനപ്പെടുത്താമോ, പ്രായമുള്ളവരെ മാത്രമാണ് സ്നാനപ്പെടുത്താവുന്നത്? ഇതൊന്നും വേദോസ്തി പറഞ്ഞിട്ടുള്ളൂ. പ്രായമുള്ളവരെ സ്നാനപ്പെടുത്തണമെന്നോ, കുഞ്ഞുങ്ങളെ സ്നാനപ്പെടുത്തണമെന്നോ, അല്ലെങ്കിൽ തളിച്ച് ചെയ്യണമെന്നോ, മുക്കി ചെയ്യണമെന്നോ, മലത്തി മുക്കണമെന്നോ, കമത്തി മുക്കണമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. മോഡ് ഓഫ് ബാപ്റ്റിസം ഈസ് നോട്ട് മെൻഷൻഡ് ഇൻ ദ ബൈബിൾ. പക്ഷെ നമ്മുടെ സഭ അംഗീകരിച്ചിരിക്കുന്ന 2 രീതികളുണ്ട്. എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളെ സ്നാനപ്പെടുത്തുന്നതിൽ തെറ്റില്ല എന്ന് സഭ പറയുന്നുണ്ട്. എങ്കിൽ തന്നെയും വിശ്വസിച്ച് കർത്താവിനെ ഏറ്റുപറഞ്ഞ് സ്നാനപ്പെടുത്തുന്നതിനും അവകാശമുണ്ടായിരിക്കും. മുഴുവൻ സ്നാനം എടുക്കുന്നതിനും, അത് മുങ്ങി സ്നാനപ്പെടണമെങ്കിൽ അതിന് അവകാശമുണ്ട്, തളിച്ച് സ്നാനപ്പെടുത്തണമെങ്കിൽ അതിനും അവകാശമുണ്ട്. കാരണം ഇത് കൃത്യമായിട്ടുള്ള ഒരു മോഡ് പറയാതിരിക്കുന്നത് കൊണ്ട് നമ്മൾ ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നീട് ഹോളി ട്രിനിറ്റിയിൽ നമ്മൾ വിശ്വസിക്കുന്നു, ത്രിത്വത്തിൽ വിശ്വസിക്കുന്നു, സെക്കൻഡ് കമ്മിങ്ങിൽ വിശ്വസിക്കുന്നു. ഇതിന്റെ ഇടയ്ക്ക് നമുക്ക് ഇപ്പോൾ നമ്മുടെ നിലവിലുള്ള കുറെ തെറ്റായ ചർച്ചകൾ നമുക്ക് നമ്മുടെ സമൂഹത്തിലുണ്ട്. ഒന്ന് യഹോവ വിറ്റ്നസ്, യഹോവ സാക്ഷികൾ. നിങ്ങളൊക്കെ എന്നും ഫേസ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ്. അതുപോലെ തന്നെ വേറൊരു ഗ്രൂപ്പുണ്ട്, മോർമോൺസ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മോർമോണിസം. മോർമോണിസം സ്റ്റാർട്ട് ചെയ്തത് 19th സെഞ്ചുറിയിലാണ്. നമുക്കറിയാം ഉറക്കം വരുന്നുണ്ടല്ലേ? ദീർഘശ്വാസം എന്തോ കഴിഞ്ഞ പോലെ. തീർന്നല്ല എന്നുള്ളൊരു ആശ്വാസം. മോർമോൺസിനെ കുറിച്ച് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? അമേരിക്കയിലെ ഒരു സ്റ്റേറ്റ് തന്നെ മോർമോൺസിന്റെ കയ്യിലാണ്. മോർമോൺസിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ലേറ്റർ ഡേ പ്രോഫസി എന്ന് പറയുന്നത്. ലേറ്റർ ഡേ പ്രോഫസി അവരുടെ പ്രൊപ്പഗണ്ട ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്തു. ഭയങ്കര പൈസയുള്ളവരാണ് അവര്. നമ്മുടെ വീടുകളിൽ എല്ലാ ദിവസവും നമ്മുടെ വീടുകളിൽ വന്ന് തട്ടും, നമുക്ക് ട്രാക്ട് തരും. അവർ സുവിശേഷ പ്രചരണത്തിൽ അഗ്രഗണ്യന്മാരായിട്ട് നിൽക്കുകയാണ്. ഇന്ന് അമേരിക്കയിൽ ഒത്തിരി സ്ഥലങ്ങളിലേക്ക് അവർ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കും. അവരെ ആരംഭിച്ചത് നമുക്ക് ഞാൻ ഒരു എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ, ജോസഫ് സ്മിത്ത്. അദ്ദേഹം പ്രത്യേകിച്ച് യേശു ക്രിസ്തുവിന് ശേഷം അദ്ദേഹമാണ് അവസാനം വന്ന പ്രോഫറ്റ്. ജോസഫ് സ്മിത്ത് അദ്ദേഹത്തിന് കിട്ടിയ ദർശനം അനുസരിച്ചാണ് അവർക്ക് ഒരാൾക്ക് എത്ര വേണേലും വിവാഹം കഴിക്കാം. 5ഉം 6ഉം വൈഫുള്ള ആളുകളാണ് യൂട്ടായിൽ താമസിക്കുന്നത്. എത്ര വേണേലും വൈഫ്മാരെ സൂക്ഷിക്കാം. അങ്ങനെയുള്ള ഒരു കൾച്ചറാണ് അവർ ഡെവലപ്പ് ചെയ്തത്. അത്രമാത്രം കുഞ്ഞുങ്ങളുണ്ടാകണം. അങ്ങനെ അവർ വളരെ ഫാസ്റ്റ് ആയിട്ട് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രൂപ്പാണ് മോർമോണിസം. ദാറ്റ്സ് എ കൾട്ട്. അത് കൾട്ടാണ്. അതുപോലെ തന്നെ യഹോവാസ് വിറ്റ്നസ്. നമ്മൾ ഈ സഭയായിട്ട് അല്ലെങ്കിൽ നമ്മൾ ഗ്രൂപ്പായിട്ടൊക്കെ
ചിന്തിക്കേണ്ട ഒരു കാര്യം, ഹൗ വി അഡ്രസ് ദീസ് കൈൻഡ് ഓഫ് പീപ്പിൾ. അവർ പറയുന്ന കാര്യങ്ങളോ എങ്ങനെ നമ്മൾ അഡ്രസ് ചെയ്യണം. അവർ പറഞ്ഞുകൊണ്ട് വരുന്ന പല കാര്യങ്ങളും നമുക്ക് ചിലപ്പോൾ നമ്മളതിന് വീണ് പോകാറുണ്ട്. അതിൽ വീണ് പോകാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. യഹോവ സ്പെഷ്യലി നമ്മുടെ വീടുകളിലെല്ലാം എല്ലാ ദിവസവും ട്രാക്ടർ കൊണ്ട് തരും. വൈറ്റ് ഹൗസിന്റെ ട്രാക്ടർ നിങ്ങൾ എവിടെ കണ്ടോ അത് നിങ്ങൾ വായിക്കാനേ ശ്രമിക്കരുത്. ഇറ്റ്സ് എ കൾട്ട്. അത് നിങ്ങൾ ഉപയോഗിക്കും. അതുപോലെ മോർമോണിസം, കാനഡയിൽ മോർമോണിസം വന്നു തുടങ്ങി. നിങ്ങളുടെ വീടുകളിലൊക്കെ അവർ വിസിറ്റ് ചെയ്യും, ട്രാക്ടർ തരും, നിങ്ങളെ ആ ചർച്ചകളിലേക്ക് ക്ഷണിക്കും. അവർ വളരെ വെൽ ഡ്രസ്ഡ് ആണ്, ടൈ ഒക്കെ ഇട്ടാണ് വരുന്നത്. അവരെ നമ്മൾ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവരൊക്കെ കാണും. അപ്പൊ അങ്ങനെയുള്ള കൾട്ടുകൾ ഓരോ സമയത്തും ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പൊ അതും നമ്മൾ ശ്രദ്ധിക്കണം. ഇതാണ് നമ്മുടെ വിശ്വാസം. നമ്മുടെ വിശ്വാസം എവിടെയായിരിക്കണം എന്ന് ദി എക്കോസ് ഓഫ് ഫെയ്ത്ത്, നമ്മുടെ വിശ്വാസം, നമ്മുടെ ഫണ്ടമെന്റൽ ടീച്ചിങ്സ് നമ്മൾ പാലിക്കുകയും അതിനനുസരിച്ച് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുകയും ചെയ്യണം. ഇത് ഞാൻ സഭാ ചരിത്രത്തിന്റെ ഒരു നക്ഷല് ഇങ്ങനെ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. നമ്മൾ എവിടെ നിന്ന് വന്നു, നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്, നമ്മുടെ സഭ എവിടെയാണ്, നമ്മൾ അതിന്റെ ഒരു ചെറിയ പാർട്ടാണ് അല്ലെ. സെന്റ് തോമസ് ഇവാഞ്ചലിക്കൽ ചർച്ച് ഓഫ് ഇന്ത്യയുടെ 287 ഇടവകളുടെ കൂടെ ഒരു കുഞ്ഞ് ഇടവക തുടങ്ങിയിട്ടേ ഉള്ളൂ. നമ്മുടെ വിശ്വാസികൾ ഓരോ കുഞ്ഞുങ്ങളാണ് ഇവിടെ ഉള്ളത്. അപ്പൊ നമ്മുടെ വിശ്വാസം ഒരു ലൈറ്റായിട്ട് നമ്മളിവിടെ നിന്ന്, ഒരു ലാൻഡണായിട്ട് നമ്മളിവിടെ നിന്ന് നമ്മളുടെ വിശ്വാസം കർത്താവിന്റെ സുവിശേഷം അറിയിക്കുക എന്നുള്ള വലിയ ഉത്തരവാദിത്വം ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുക. അതുകൊണ്ട് നമ്മുടെ വിശ്വാസം നമ്മൾ കാത്തു സൂക്ഷിക്കുകയും അത് സ്പ്രെഡ് ചെയ്യുകയും ചെയ്യാനായിട്ട് നമ്മളേറെ ശ്രദ്ധാലുക്കളായിരിക്കണം. ദൈവം നമ്മെ അതിനായിട്ടാണ് കൊച്ചു പാരിഷായിട്ട് ഈ ഇടവകയാക്കിയിരിക്കുന്നത്. ഗ്രേറ്റ് ടൊറന്റോ പാരിഷിന്റെ ഒത്തിരി ഉദ്ദേശങ്ങളുണ്ട്. അതൊന്നും ഞാൻ ക്രമീകരിച്ചിട്ടില്ല. എന്നാൽ തന്നെയും നമുക്ക് ഇവിടെ സ്വന്തമായിട്ടൊരു വർഷിപ്പ് പ്ലേസ് ഉണ്ടാകണം, സ്ഥിരമായ ഒരു ആരാധന നടക്കണം. അതുപോലെ തന്നെ കാനഡയുടെ എല്ലാ പ്രോവിൻസുകളിലും നമുക്ക് വർഷിപ്പ് ഉണ്ടാകണം. ഇതൊക്കെ നമ്മുടെ മോട്ടോയാണ്, നമ്മുടെ ആഗ്രഹമാണ്. നമ്മുടെ ആളുകൾ കാനഡയുടെ ഓരോ പ്രോവിൻസിലുണ്ട്. ആ പ്രോവിൻസിലൊക്കെ നമുക്ക് വർഷിപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാകണം. അതുപോലെ തന്നെ നമുക്കിവിടെ നല്ലൊരു ചർച്ച ഉണ്ടാകണം. അതുപോലെ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാകണം. യങ്സ്റ്റേഴ്സ് എല്ലാം ആത്മാർത്ഥമായിട്ട് അതിനുവേണ്ടി പ്രവർത്തിക്കുകയും അതിനുവേണ്ടി ത്യാഗോചിതമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയും ചെയ്യണം. നിങ്ങൾ ഒന്നായിട്ട് നിൽക്കണം, കൂടി നിൽക്കണം. ആ വലിയ വിശ്വാസത്തോടെ പൊരുതുവാൻ നമുക്ക് ദൈവം കൃപ ചെയ്യട്ടെ. നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. നമ്മൾ അതിനോട് ചേർന്ന് നിന്ന് നമ്മുടെ വിശ്വാസ വീരന്മാരോട് ചേർന്ന് ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പോൾ തമ്മിയങ്ങളെ മുന്നോട്ട് വന്ന് പ്രാർത്ഥിക്കാം. ഒരു പ്രാവശ്യം കൂടെ തിരുസന്നിധികളുടെ സഹായിച്ചതിൻ്റെ കഥയ്ക്ക് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. ഈ സമയത്ത് ഞങ്ങൾ ഒരു ക്രിസ്ത്യാനിറ്റിയുടെ ഹിസ്റ്ററിയെ കുറിച്ചാണല്ലോ ഞങ്ങൾ പഠിച്ചതും ചിന്തിച്ചത്. കർത്താവെ, എങ്ങനെയാണ് സഭ ഉണ്ടായത്, ആദ്യത്തെ സഭ എവിടെ ഉണ്ടായത്, അതിൻ്റെ പ്രയാസങ്ങൾ എങ്ങനെയൊക്കെയായിരുന്നു, തൃത്വം എങ്ങനെ ഉണ്ടായി, അതുപോലെ മറ്റെല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചർച്ച ചെയ്തു. അച്ഛന് വളരെ മനോഹരമായിട്ട് ഞങ്ങൾക്ക് ഞങ്ങളോട് വിവരിച്ചത് എങ്ങനെ മർത്തോമ സഭയുണ്ടായി, എങ്ങനെ മർത്തോമ സഭയിൽ നവീകരണം വന്നു, അങ്ങനെ ദുഷ്പരിണങ്ങൾ എങ്ങനെ വന്നു, അതെല്ലാം ഞങ്ങൾ മനസ്സിലാക്കുന്നത്. കർത്താവെ, ഇത് നയിച്ചതായ അച്ഛനെ തിരുസന്നിധിയിൽ വയ്ക്കുന്നു. കർത്താവെ, അനുഗ്രഹിക്കുന്നതിനെ പ്രാർത്ഥിക്കും. കർത്താവെ, ഞങ്ങൾ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും തിരുസന്നിധിയിൽ വയ്ക്കുന്നു. അടുത്ത് വരുന്നതായ എല്ലാ കാര്യങ്ങളും അവിടുന്ന് നന്നായി നടത്തി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ചോദിച്ചാൽ നന്മകളെ കൊണ്ടുവരക്കണമേ. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. അതിലെ എങ്ങനെ ഉണ്ടായിരുന്നു അച്ഛൻ്റെ ഹിസ്റ്ററി? വളരെ നല്ലായിരുന്നു അച്ഛൻ. നല്ല ഇവിടെ പലർക്കും അറിയാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ? തൃത്വം എന്താണെന്നൊന്നും ഇവിടെയുള്ള പലർക്കും അറിയാൻ പാടില്ലായിരിക്കും. എല്ലാ ആഴ്ചയിലും നമ്മൾ പറയുന്നതാണ് എന്തുകൊണ്ടാണ് അതുണ്ടായത്. അതൊരു നല്ല ടോപ്പിക്കാണ്. ഒരു പക്ഷേ ഒരു ദിവസം പറയാൻ പറ്റിയ ഒരു ടോപ്പിക്കാണ്. ഞാനത് ഡീപ്പായിട്ട് പഠിച്ചിട്ടുള്ളത്. നമ്മുടെ ഉറക്കമൊക്കെ ഒന്ന് മാറ്റാനായിട്ട് ഇപ്പോൾ നമ്മുടെ
വർഷിപ്പ് ടീം ഒരു പാട്ട് പാടുന്നത്. ആക്ഷൻ സോങ് ആണ് അവര് പ്രിഫർ ചെയ്യുന്നത്, ആക്ഷൻ ഇല്ല. ഓക്കെ. അതിനുശേഷം നമുക്ക് പ്രാക്ടിക്കൽ നോളജ് സെഷൻ ആണ്. അത് അച്ഛൻ ചില ഗൈഡൻസ് ആദ്യം തരും, അത് കഴിഞ്ഞ് നിങ്ങൾക്ക്